+1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന മലപ്പുറം ജില്ലയിൽ അധിക ബാച്ചുകൾ ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വ്യാഴാഴ്ച കളക്ടറേറ്റ് പടിയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യാവസായിക രംഗത്തെ മലപ്പുറത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രഖ്യാപിക്കപ്പെട്ട അനിശ്ചിതകാല പ്രക്ഷോഭമാണ് മലപ്പുറം മെമ്മോറിയൽ. ആദ്യഘട്ടത്തിൽ +1 സീറ്റ് പ്രതിസന്ധിയിൽ മലബാറിലെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ 7 ഘട്ടങ്ങളിലായി വിവിധ സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. പ്രകടന പത്രികയിൽ പോലും സർക്കാർ അംഗീകരിച്ച മലബാർ വിദ്യാഭ്യാസ പ്രതിസന്ധിയിൽ കള്ളക്കണക്കുകൾ കാണിച്ച് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിനും അവസാനം മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി അംഗീകരിക്കുന്നതിനു വരെ ഫ്രട്ടേണിറ്റിയുടെ സമരങ്ങൾ കാരണമായി. ജില്ലയിലെ 20 ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആക്കി മാറ്റണമെന്നും 19 എയ്ഡഡ് സ്കൂളുകളിൽ 2 ബാച്ചുകൾ മാത്രമാണുള്ളത്, അവിടെ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. ഇഷ്ട കോഴ്സും സ്കൂളും ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന 7056 വിദ്യാർത്ഥികളെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കണമെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ജില്ലയിലെ മുഴുവൻ MLA-മാരുടെ ഓഫീസിനു മുമ്പിലും ഫ്രട്ടേണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരം നടത്തുമെന്നും ഭാരവാഹികളായ ബാസിത് താനൂർ, VTS ഉമർ തങ്ങൾ, ഫായിസ് ഏളാങ്കോട്, ഷാറുൻ അഹമ്മദ്, റമീസ് ചാത്തല്ലൂർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.